പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, പ്രീ പ്രൈമറിയുടെ നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കൺഫർമേഷൻ കൊടുക്കണം കേട്ടോ. കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മാസം 11-ാം തീയതിയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രീ പ്രൈമറി ആലപ്പുഴ ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ മാരത്തോൺ വീഡിയോസ് പ്രീ പ്രൈമറിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താണ് സിലബസ്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്നലെ ഞാൻ പ്രീ പ്രൈമറിയുടെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇന്നത്തെ ക്ലാസ് മുതൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രീ സ്കൂളും സമൂഹവുമാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കാനായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് അതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ ഇതുവരെ പ്രീ പ്രൈമറി ചോദിച്ചുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ബാങ്കും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള OMR ഷീറ്റും ലഭ്യമാണ്. കൂടെ 20 മോഡൽ എക്സാമും ഈ പ്രീ പ്രൈമറിക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ ബാങ്കോ പ്രീ പ്രൈമറിയുടെ മോഡൽ എക്സാമോ പ്രീവിയസ് ഇയർ സെറ്റോ വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. വീഡിയോ കാണുന്ന എല്ലാവർക്കും നൽകുന്നതായിരിക്കും കേട്ടോ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ പ്രീ പ്രൈമറി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും. അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ നമ്മളിത് പഠിക്കാൻ എടുത്തേക്കുന്നത് പ്രീ സ്കൂളും സമൂഹവുമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രീ സ്കൂളും സമൂഹവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അത് നോക്കേണ്ടത് നേഴ്സറി സ്കൂളുകളാണ്. നേഴ്സറി സ്കൂളും സമൂഹവും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കിപ്പോകാം. ഇത് എന്താണ്? വിദ്യാലയം എന്നത് എന്താണ്? ഒരു സമൂഹം തന്നെയാണ്. വിദ്യാലയം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ത് തന്നെയാണ്? ഒരു സമൂഹം തന്നെയാണ്. വിദ്യാലയത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ പഠിച്ചു തുടങ്ങുന്നത്. ആദ്യത്തെ അധ്യാപകൻ ആരാണ്? മാതാപിതാക്കളാണല്ലേ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു. കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്? വിദ്യാലയത്തിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ പെരുമാറുന്ന രീതികളും ചിട്ടകളും മര്യാദകളും ആചാരാനുഷ്ഠാനങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഏത്? വിദ്യാലയം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാലയം എന്നത് എന്താണ്? ഒരു സമൂഹം തന്നെയാണ് വിദ്യാലയം എന്നൊരു കാഴ്ചപ്പാടാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ വിദ്യാലയത്തിൽ രക്ഷിതാക്കൾക്കും എന്ന പോലെ തന്നെ സമൂഹത്തിനും വലിയേറെ പങ്കുണ്ട്. ഒരു കുട്ടി വളർന്നു വരുന്നതിന് വിദ്യാലയത്തിനും രക്ഷിതാക്കൾക്കും എന്താണ്? വലിയ രീതിയിൽ പങ്കുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, കുട്ടിയുടെ മാതാപിതാക്കളാണ് ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത്. അവരാണ് ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ കുട്ടിയെ പഠിപ്പിക്കുന്നത് അല്ലേ. ചെറിയ കാര്യങ്ങളൊക്കെ കുട്ടിയെ പഠിപ്പിച്ച് അവരെ വളർത്തെടുക്കുന്നത് അധ്യാപകർ എന്നേക്കാൾ ഉപരി ആർക്ക് പങ്കുണ്ട്? ഒരു മാതാപിതാക്കൾക്ക് പങ്കുണ്ട്. അധ്യാപകർ എന്ന് പറയുന്നത് കുട്ടിയുടെ മറ്റൊരു സ്റ്റേജിൽ കടന്നു വരുന്നവരാണ്. പക്ഷേ കുട്ടി ആദ്യം മുതലേ കാണുന്നത് അച്ഛനെയും അമ്മയും ആയതുകൊണ്ട് തന്നെ കുട്ടിയുടെ പ്രാഥമിക അധ്യാപകർ എപ്പോഴും ആര് തന്നെയായിരിക്കും? അച്ഛനും അമ്മയും തന്നെയായിരിക്കും. അപ്പോൾ ഒരു കുട്ടിയുടെ വളർച്ച വിദ്യാലയത്തിൽ രക്ഷിതാക്കൾക്കും എന്ന പോലെ തന്നെ എന്തിനും പങ്കുണ്ട്? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനും വളരെ വലിയൊരു പങ്കുണ്ട്. സമൂഹം എന്നത് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഏത്? സമൂഹം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്താണ്? ഓരോ മനുഷ്യനും സാമൂഹ്യ ജീവിയാണ്. ഓരോ മനുഷ്യനും നമ്മുടെ സമൂഹത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ നിന്നുള്ള ബന്ധങ്ങളിൽ നിന്നുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ വളർച്ചയിൽ സമൂഹം എന്ത് പങ്കുവയ്ക്കുന്നുണ്ട്? വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിശുക്കളുമായുള്ള പരിചരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തിപ്പിന് സമൂഹത്തിന് പങ്കാളിത്തം ഉണ്ടാകണം നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ശിശുക്കളുമായിട്ടുള്ള സമൂഹത്തിന് വളരെ പങ്കുകൊണ്ടുകൊണ്ട് തന്നെ ഈ ശിശുക്കളുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാലയങ്ങൾ വളർത്തിയെടുക്കുന്നതിന് സമൂഹത്തിനും വലിയ പങ്കുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്ന സമൂഹത്തിന് പങ്കുള്ളതുപോലെ തന്നെ സമൂഹത്തിന് എന്തിനും പങ്കുണ്ട്? ഒരു സമൂഹത്തിലുള്ള വിദ്യാലയത്തെ വളർത്തിയെടുക്കുന്നതിന് സമൂഹത്തിന് പങ്കുണ്ടെന്ന് നിർദ്ദേശിക്കപ്പെടുന്നു. സ്ഥാപനങ്ങളും ആസൂത്രണവും നിർവഹണം ഗുണമേന്മ ഉയർത്തൽ എന്നിവ രക്ഷകർത്താവ് ഉൾപ്പെടുന്ന സമൂഹത്തിന് അർഹമായ സ്ഥാനം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക പങ്കാളിത്തം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാമൂഹിക പങ്കാളിത്തം എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ശരിക്കും സ്ഥാപനങ്ങളുടെയും ആസൂത്രണവും നിർവഹണം ഗുണമേന്മ ഉയർത്തൽ എന്നിവയിൽ രക്ഷാകർത്താവ് ഉൾപ്പെടുന്ന സമൂഹത്തിന് ഒരു അർഹമായിട്ടുള്ള പങ്കുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ആ സ്ഥാപനത്തിൻ്റെ ഗുണമേന്മയും ആ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും ഒക്കെ ആർക്ക് പങ്കുണ്ട്? രക്ഷാകർത്താവ് ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന് പങ്കുണ്ട്. അപ്പോൾ ഈ
ഈ സമൂഹത്തിനും അവിടെ ഒരു അർഹമായിട്ടുള്ള സ്ഥാനമുണ്ട്. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാമൂഹിക പങ്കാളിത്തം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാലയത്തിൻ്റെ വളർച്ചയിൽ സമൂഹത്തിന് പങ്കുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സമൂഹ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. എന്താണ് ഈ സമൂഹ വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളെപ്പറ്റി കൃത്യമായ അവബോധം സമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, PTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നിവയ്ക്ക് എന്താണ് അവരുടെ സഹായമൊക്കെ നമുക്ക് തേടാവുന്നതാണ്. അപ്പോൾ സമൂഹ വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളെ പറ്റി കൃത്യമായ അവബോധം സമൂഹത്തിനും എങ്ങനെ ഉണ്ടായിരിക്കണം, എങ്ങനെയാണ് ഒരു പ്രീ സ്കൂൾ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അതിനകത്ത് ഒരു സമൂഹം കൃത്യമായിട്ട് പ്രീ സ്കൂൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതിനായിട്ട് നമുക്ക് ആരുടെ സഹായം തേടാനായിട്ട് സാധിക്കും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, PTA, അതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നിവയുടെയൊക്കെ സഹായങ്ങൾ നമുക്ക് തേടാനായിട്ട് സാധിക്കും. ഇനി സമൂഹ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിപ്പോകാം. ഒന്ന്, പ്രീ സ്കൂളും സമൂഹമായുള്ള നിരന്തര സമ്പർക്കത്തിന് പ്രാധാന്യം നൽകണം. എന്താണ് പ്രീ സ്കൂളും സമൂഹവുമായുള്ള നിരന്തര സമ്പർക്കത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രീ സ്കൂൾ ആക്ടിവിറ്റികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ യോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടി മറ്റുള്ളവരെ കൂടി ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രീ സ്കൂളും സമൂഹവുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റെടുക്കേണ്ട പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന മേഖലയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം സമൂഹത്തിന് നൽകണം. എന്ത് ചെയ്യണം? ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റെടുക്കേണ്ട പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന മേഖല കൊണ്ട് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന മേഖല എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഉള്ളൊരു അവബോധം ആർക്ക് നൽകണം? നമ്മുടെ സമൂഹത്തിന് നൽകേണ്ടത് ഒരു പ്രത്യേക ഒരു ആവശ്യകതയാണ്. വാർഡ് വിദ്യാഭ്യാസ സമിതിയുടെ ഫലപ്രദമായ ഇടപെടലിലൂടെ വാർഡിലെ മുഴുവൻ കുട്ടികളും പ്രീ സ്കൂളിൽ എത്തിയെന്ന് ഉറപ്പാക്കണം. എന്ത് ചെയ്യണം? വാർഡ് വിദ്യാഭ്യാസ സമിതി രൂപീകരിച്ച് അതിൻ്റെ ഫലപ്രദമായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ ഒരു വാർഡിലെ എല്ലാ കുട്ടികളും, അതായത് പ്രീ സ്കൂളിൽ പഠിക്കാൻ ഏജ് കൊണ്ട് മൂത്ത കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് സ്കൂളുകളിൽ എത്തുന്നുണ്ടെന്ന് ഈ ഒരു സമിതിയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തത് എന്താണ്? പ്രീ സ്കൂളും സമൂഹമായുള്ള നിരന്തര സമ്പർക്കത്തിന് പ്രാധാന്യം നൽകണം. പ്രീ സ്കൂളും സമൂഹമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിന് പ്രാധാന്യം നൽകണം. അതുപോലെ തന്നെ അശാസ്ത്രീയമായ രീതികൾ പിന്തുടർന്ന് ഒഴിവാക്കുകയും പൊതുവിദ്യാഭ്യാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രീ സ്കൂൾ കുട്ടികളെ എത്തിക്കുകയും ചെയ്യണം. എന്ത് ചെയ്യണം? അശാസ്ത്രീയമായിട്ടുള്ള രീതികളെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും? പൊതുവിദ്യാഭ്യാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രീ സ്കൂളുകളിൽ കുട്ടികളെ എത്തിക്കണം. അപ്പോൾ കൃത്യമായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കുട്ടികളിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ചെറിയ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊന്നും കുട്ടികളെ ആക്കാതെ ശാസ്ത്രീയമായിട്ട് ഒരു പ്രീ സ്കൂൾ എങ്ങനെയാണോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ പഠിക്കാനായിട്ട് കൊണ്ട് ഏൽപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പൊതുവിദ്യാലയങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് പ്രീ സ്കൂളുകളും പൊതുവിദ്യാഭ്യാസത്തിന് അടിത്തറയാക്കാൻ ശക്തമായ ഇടപെടൽ നടത്തണം. ഇതിനായി വിദ്യാഭ്യാസ രക്ഷാകർതൃ സമിതികൾ, വികസന സമിതികൾ എന്നിവയുടെ നേതൃത്വം ശക്തമായ ഇടപെടൽ ഉണ്ടാകണം. ആ പൊതുവിദ്യാലയങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് പ്രീ സ്കൂളും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയാക്കാനായിട്ട് എന്ത് ചെയ്യണം? ശക്തമായിട്ട് ഇടപെടൽ സമൂഹവും നടത്തേണ്ടതാണെന്നാണ് പറയുന്നത്. ഇനി കുട്ടികളും പൗരനാണെന്നും അവർക്കും പരിഗണനയും നിശ്ചിത അവകാശങ്ങളും ഉണ്ടെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതും. അപ്പോൾ എന്താണ്? കുട്ടികളും ഒരു പൗരന്മാരാണ്, അവർക്ക് അവരുടേതായിട്ട് അവകാശങ്ങൾ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. അല്ലെങ്കിൽ അവൻ കുട്ടിയല്ലേ, അവൾ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ അവകാശങ്ങൾ ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ല. അവനും പൗരനാണെന്ന് കരുതിക്കൊണ്ട് അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു ബോധമുണ്ടെന്ന് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. ഇനി പ്രാദേശിക വിദഗ്ധർ, സർവീസിൽ നിന്ന് വിരമിച്ചവർ എന്നിവയുടെ സേവനം ഉപയോഗപ്പെടുത്തണം. പ്രാദേശിക വിദഗ്ധർ, അതുപോലെ തന്നെ സർവീസിൽ നിന്ന് വിരമിച്ചവരുടെ എന്നിവയൊക്കെ സേവനങ്ങൾ നമ്മൾ ഇത്തരത്തിൽ സമൂഹത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത സമൂഹത്തിൽ എടുത്തു പറയണമെന്നാണ് പറയപ്പെടുന്നത്. ഇനി പ്രായഭേദമന്യേ ആൺപെൺ വ്യത്യാസമില്ലാതെ സമൂഹത്തെ ലഹരി എന്ന മാരാവിപത്തിൽ നിന്നും ഇളം തലമുറയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ലഹരിയുടെ ഉപയോഗം എന്തൊക്കെ തരത്തിൽ ദോഷം കുട്ടികളിൽ ഉണ്ടാക്കുമെന്നുള്ള അവബോധമൊക്കെ കുട്ടികളിൽ സൃഷ്ടിക്കാൻ സമൂഹത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ പ്രീ സ്കൂൾ കുട്ടികളുടെ മികവുകൾ പ്രദർശിപ്പിക്കുന്നതിനായി വാർഡ്, പഞ്ചായത്ത് തലങ്ങളിൽ മികവ് മത്സരങ്ങൾ സംഘടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്തണം. അതായത് ചെറിയ പാട്ട് മത്സരമായിരിക്കാം, ചിലപ്പോൾ പദ്യം ചൊല്ലലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചിത്രരചന ആയിരിക്കാം. അങ്ങനെ കുട്ടികളുടെ ആക്ടിവിറ്റീസ് മുൻപന്തി കൊണ്ടുവരുന്നതിന് വേണ്ടി ചെറിയ ചെറിയ സമിതികളൊക്കെ രൂപീകരിച്ചുകൊണ്ട് ചില കലാകായിക പരിപാടികളൊക്കെ നടത്തണമെന്നാണ് പറയുന്നത്. ഇനി ജനകീയ ബോധവൽക്കരണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കുടുംബം, അയൽക്കൂട്ടം, ഗ്രാമസഭ പോലുള്ള വിദ്യാലയങ്ങളുടെ സഹായം തേടുന്നതാണ്. അപ്പോൾ ജനകീയ ബോധവൽക്കരണം,
പഠനം, അതായത് പ്രീ സ്കൂൾ എന്ന് പറയുന്നതിൻ്റെ ആവശ്യകതയും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒരു കുട്ടി സ്കൂളുകളിൽ പോകേണ്ടതിൻ്റെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബം, അയൽക്കൂട്ടം, ഗ്രാമസഭ പോലുള്ള സംവിധാനങ്ങളുടെയൊക്കെ സഹായം നമുക്ക് തേടാവുന്നതാണ്. ഇനി പ്രീ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യാം? പൊതുസമൂഹത്തിന് പിന്തുണ ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ ചെറിയ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുള്ള പ്രീ സ്കൂളൊക്കെ ആണെങ്കിൽ ചെറിയ ആളുകളുടെ സഹായങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് എന്തിനകത്ത് വരുന്നത്? നമ്മുടെ ഒരു സമൂഹ വിദ്യാഭ്യാസം എന്ന കോൺസെപ്റ്റിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നത്? ജനകീയ ബോധവൽക്കരണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, ഗ്രാമസഭ പോലുള്ള സംവിധാനങ്ങളുടെ സഹായം തേടാം. അതുപോലെ തന്നെ എന്തായിരുന്നു? ലഹരി ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികളിൽ എന്താണ് പ്രീ സ്കൂളിൻ്റെ അവബോധം സമൂഹത്തെ സൃഷ്ടിക്കേണ്ടതാണ്. കുട്ടികളെ പൗരനാണെന്ന് കണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എന്താണ്? പ്രീ സ്കൂളും സമൂഹമായുള്ള നിരന്തര സമ്പർക്കത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. വാർഡ് വിദ്യാഭ്യാസ സമിതിയുടെ ഫലപ്രദമായ ഇടപെടലിലൂടെ വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളുകളിൽ എത്തുന്നുണ്ടോ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ എന്തൊക്കെയായിരുന്നു? കൃത്യമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് സമൂഹവും വിദ്യാഭ്യാസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ബന്ധമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി പ്രീ സ്കൂളും വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്കെന്ത്? ഒരു പ്രീ സ്കൂൾ, അപ്പോൾ ഇത്ര നമ്മൾ എന്താ നോക്കിയത്? ഒരു പ്രീ സ്കൂളിൽ സമൂഹവുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് നോക്കിയത്. ഇനി നമുക്ക് ഒരു പ്രീ സ്കൂളിൽ രക്ഷിതാക്കളുമായിട്ട് എന്താണ് ഒരു പ്രീ സ്കൂളിന് ബന്ധമെന്ന് നോക്കാം. ഒന്ന്, രക്ഷാകർത്ത പങ്കാളിത്തത്തിൻ്റെ അനിവാര്യത. എന്താണ് രക്ഷാകർത്താവ് പങ്കാളിത്ത അനിവാര്യത എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് അമ്മയുടെ മടിത്തട്ടാണ് കുട്ടിയുടെ ആദ്യ വിദ്യാലയം, അല്ലേ? അമ്മയാണ് കുട്ടികളിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും. രക്ഷാകർത്താവ് ആദ്യ അധ്യാപകനും സുപ്രധാന വഴികാട്ടിയുമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, കുട്ടിക്ക് ആദ്യമായി അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപിക ആദ്യത്തേത് ആരാണ്? അത് നമ്മുടെ മാതാപിതാക്കളാണല്ലേ. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ, അതായത് ഒരു കുട്ടിയെ എങ്ങനെ ശാസ്ത്രീയമായി വളർത്തിക്കൊണ്ടുവരണം എന്നൊരു ധാരണ എപ്പോഴും ആർക്കുണ്ടായിരിക്കണം? രക്ഷിതാക്കൾക്കുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കുട്ടികളുടെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ അതിജീവനം, സംരക്ഷണം, ഈ 2 ചുമതല രക്ഷിതാവ് നിർവഹിക്കണം കഴിയണമെങ്കിൽ രോഗത്തിലേക്കും അപകടത്തിലേക്കും കുട്ടി പോകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള തിരിച്ചറിവും കുട്ടികൾക്ക് നൽകണം. അപ്പോൾ എന്താണ്? ഒരു കുട്ടിയെ ഒരു സംരക്ഷണ കവചം പോലെ സംരക്ഷണം നിർത്തുന്നത് ആരാണ്? അതെപ്പോഴും അച്ഛനും അമ്മയും ആയിരിക്കും. അവർക്ക് രോഗം വരാതെ അല്ലെങ്കിൽ അവർ അപകടങ്ങളിലേക്ക് പോകാതെയുള്ള ആദ്യഘട്ടങ്ങളിലുള്ള സംരക്ഷണം എപ്പോഴും അച്ഛനും അമ്മയായിരിക്കും കുട്ടികൾക്ക് നൽകുന്നത്. കുട്ടിയുടെ ശരിയായ വികാസം സാധ്യമാക്കണമെങ്കിൽ ശാരീരികവും മാനസികവും വൈകാരികമായ ബുദ്ധിപരമായ വികസന പ്രക്രിയയെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് സാമാന്യ ധാരണ വേണം. കുട്ടിയുടെ ശരിയായ വികസനം സാധ്യമാക്കണമെങ്കിൽ എന്ത് വേണം? ശാരീരികമായിട്ടും മാനസികമായും വൈകാരികമായിട്ടുള്ള ഒരു വികസനം കുട്ടികൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾക്ക് ആ കുട്ടി കൃത്യമായി ഡിറ്റർമൈൻ ചെയ്യാനുള്ള ധാരണ എപ്പോഴും രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഇത്തരം കാര്യങ്ങൾ ശരിയായ വിധം തിരിച്ചറിയണമെങ്കിൽ പ്രീ സ്കൂൾ സ്ഥാപനങ്ങളുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നതിന് കുട്ടിയുടെ പുരോഗതിയെ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നിരന്തരമായിട്ട് പ്രീ സ്കൂളുമായി ബന്ധപ്പെട്ട് കുട്ടി കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് അവരുടെ പുരോഗതി എങ്ങനെയുണ്ട്, അവൻ ആക്ടിവിറ്റീസിലൊക്കെ മിടുക്കനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് വിലയിരുത്തണം എന്നാണ് പറയുന്നത്. അതുപോലെ ശിശു പരിചരിക്കപ്പെടുകയും പഠിക്കുകയും ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സാഹചര്യങ്ങൾ പ്രവർത്തനം തിരിച്ചറിയാൻ മാത്രമേ അതിന് മെച്ചപ്പെടുത്താൻ രക്ഷിതാക്കൾക്ക് സഹായിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ ഒരു കുട്ടിയെ ഒരു പ്രീ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടു വൈകുന്നേരം വിളിക്കാൻ പോയി എന്നല്ലാതെ അവൻ കൃത്യമായി എല്ലാ കാര്യങ്ങളും അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെ, ഭൗതിക സാഹചര്യങ്ങൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഏതൊരു അധ്യാപകരെയും അല്ലെങ്കിൽ അവിടെ ആ ഒരു പ്രീ സ്കൂളിനെ സഹായിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി സമപ്രായക്കാരായ ശിശുക്കളിൽ നിന്ന് വ്യത്യസ്തരായ കുട്ടികളുടെ പ്രശ്നങ്ങളും പരിമിതി തിരിച്ചറിയുന്നതിനും മറികടക്കുന്നതിനും മതിയായ സഹായവും ഇടപെടലുകളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ രക്ഷിതാകർത്താക്കൾ അവസരം ഒരുക്കണം. അപ്പോൾ സമപ്രായക്കാരായ ശിശുക്കളിൽ നിന്ന് വ്യത്യസ്തരായ കുട്ടികളുടെ പ്രശ്നങ്ങളും പരിമിതി തിരിച്ചറിയാനും അത് മറികടക്കാനും മതിയായ സഹായവും ഇടപെടലും ഒക്കെ എന്ത് ചെയ്യണം? രക്ഷിതാക്കൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ഇനി രക്ഷാകർത്താക്കൾ അശാസ്ത്രീയമായ കീഴ്വഴക്കങ്ങളും തെറ്റായ വിശ്വാസങ്ങളും പുലർത്തുന്നുവെങ്കിൽ അവയെ സ്വയം ബോധ്യപ്പെട്ട് തിരുത്താനുള്ള സാഹചര്യം ഒരുക്കേണ്ടതാണ്. അപ്പോൾ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു? അശാസ്ത്രീയമായിട്ടുള്ള കീഴ്വഴക്കങ്ങളും തെറ്റായ വിശ്വാസങ്ങളും ഒക്കെ പുലർത്തുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയെടുക്കേണ്ടത്
സാഹചര്യം ഒരുക്കേണ്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു രക്ഷിതാവ് എന്ന രീതിയിൽ രക്ഷിതാകർത്ത പങ്കാളിത്തത്തിൻ്റെ ആവശ്യകത എന്താണ് ഒരു പ്രീ സ്കൂളിൽ? ഒന്ന്, കുട്ടി കൃത്യമായിട്ട് കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കുട്ടി കൃത്യമായിട്ട് ആ ഒരു വളർച്ച അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് എന്താണ് അതിനുള്ള കൃത്യമായിട്ട് ആ ഒരു വളർച്ചയിൽ എത്തുന്നുണ്ടോ എന്നുള്ള ബോധം ഈ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവണേ. അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ധാരണ അധ്യാപകർക്ക് ഉണ്ടാകണം. അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിയുടെ ഇന്ന സ്റ്റേജിൽ കുട്ടി ഇന്ന അച്ചീവ്മെൻറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കുട്ടിയുടെ ശാരീരിക മാനസിക വികസനമൊക്കെ കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് അതിനു വേണ്ട ഒരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങൾ ശരിയാകുമെന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിൽ നിരന്തരമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിരിക്കണം. അതായത് കുട്ടി അവിടെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന് വിട്ടിട്ട് നമ്മൾ തിരിച്ച് വൈകുന്നേരം വിളിക്കാൻ പോകാതെ കുട്ടി കൃത്യമായിട്ട് അവിടെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ, മറ്റുള്ളവരുടെ ഇടപെടലൊക്കെ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നുകൊണ്ട് കുറച്ചൊന്ന് വാച്ചൊക്കെ ചെയ്താലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ രക്ഷിതാവിൻ്റെ ഓരോ പ്രീ സ്കൂൾ ടൈമിൽ പോലും രക്ഷിതാവ് ഓരോരോ കാര്യങ്ങളിൽ ഇടപെടണമെന്നാണ് രക്ഷാകർത്താ പങ്കാളിത്തത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയുന്നത്. കാരണം കുട്ടിയുടെ ഓരോ വളർച്ചയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നവരാണ് ആര്? രക്ഷിതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്താൽ മാത്രമേ അവൻ്റെ വളർച്ച കൃത്യമാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി രക്ഷാകർത്ത പങ്കാളിത്തത്തിന് വിവിധ ഉപാധികൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്താണ് ആവശ്യകത അല്ലെങ്കിൽ അനിവാര്യത എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപാധികൾ എന്ന് നോക്കാം. ഒന്ന്, രക്ഷാകർത്ത വിദ്യാഭ്യാസമാണ്. ഓരോ പ്രായ വിഭാഗത്തിലുള്ള കുട്ടികളുടെ സവിശേഷ ആവശ്യങ്ങളും ബോധ്യപ്പെടുത്തുകയും എന്താണ് നല്ല രക്ഷാകർത്തൃത്വം എന്ന് അറിയുകയും ചെയ്യുന്ന ദൗത്യമാണിത്. അപ്പോൾ രക്ഷാകർത്ത വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്താണ്? അതായത് ഓരോ പ്രായ വിഭാഗത്തിലുള്ള കുട്ടികളുടെ ആവശ്യങ്ങളും അവരുടെ വളർച്ചയുടെ കാര്യങ്ങളും ഘട്ടങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ആ അച്ഛനമ്മയ്ക്ക് കുറച്ചെങ്കിലും എങ്ങനെയാണ് ആ കുട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഓരോ സ്റ്റേജിലും എന്നൊരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ കുട്ടിയുടെ വളർച്ചയും മറ്റുള്ള കാര്യങ്ങളും കറക്റ്റ് ആണെന്ന് അച്ഛനും അമ്മയ്ക്കും കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? അതിന് വേണ്ട ഒരു വിദ്യാഭ്യാസം, അവരുടെ കുട്ടിയുടെ വളർച്ച കൃത്യമാണോ, ഇന്ന സ്റ്റേജുകളിൽ ഇന്ന വളർച്ചയാണ് കുട്ടി അറ്റൈൻ ചെയ്യുന്നത് എന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു അറിവ് ഈ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. ആ അറിവ് നൽകുന്നത് എങ്ങനെയാണ്? ഈ ഇത്തരം വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതായത് ഇന്ന കാര്യങ്ങളൊക്കെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അതിനെന്ത് ചെയ്യണം? രക്ഷാകർത്ത വിദ്യാഭ്യാസം ആവശ്യമാണ്. ഇനി അധ്യാപക രക്ഷാകർത്ത സമിതി പ്രവർത്തനങ്ങൾ, അതായത് സ്കൂളുകളിലെ കുറേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ സമിതികൾ രൂപീകരിച്ച് എന്ത് ചെയ്യും? PTA മീറ്റിംഗ് ഒക്കെ പോലെ സ്കൂളുകൾ വെക്കണം കണ്ടിട്ടില്ലേ? അങ്ങനെ വയ്ക്കും. എന്നിട്ട് ഓരോ സമയത്ത് ഓരോ യോഗങ്ങൾ ചേരുകയും ആ യോഗത്തിൽ സ്കൂളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇനി പേരൻറ് റിസോഴ്സ് ഗ്രൂപ്പ്, അധ്യാപനത്തെ സഹായിക്കുക, പ്രാദേശിക പഠന ഉപാധി രൂപപ്പെടുത്തുക, കലാകായിക പ്രവർത്തനങ്ങൾ സഹായം നൽകുക, വൈദ്യമുള്ളവർ തങ്ങളുടെ വിഭവശേഷി വാഗ്ദാനം ചെയ്യുക തുടങ്ങിയ വഴി സ്ഥാപനത്തിലെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുക. പാരൻസ് റിസോഴ്സ് ഗ്രൂപ്പ് അധ്യാപനത്തെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാദേശിക പഠന ഉപാധികൾ രൂപപ്പെടുത്തുക. അപ്പോൾ ഒരു പ്രീ സ്കൂളൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആ സ്കൂളുകളിലേക്ക് ആവശ്യമായിരിക്കും. അപ്പോൾ ഇനി റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ സഹായിക്കാൻ വേണ്ടി ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് പാരൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയ ആക്ടിവിറ്റീസ് കാർഡുകളും മറ്റുള്ള ഉപകരണങ്ങളൊക്കെ അധ്യാപകരും ഈ ഒരു മാതാപിതാക്കളും ചേർന്നായിരിക്കും ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? കൃത്യമായിട്ട് കുട്ടികളിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു മാതാപിതാക്കൾക്ക് കൂടി അവരുടെ ഒരു പ്രീ സ്കൂൾ സ്റ്റേജിൽ കുറച്ചും കൂടി പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സഹരക്ഷാകർത്ത ആശയവിനിമയങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യും? ഒരു രക്ഷാകർത്താക്കളുടെ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കുട്ടിയുടെ തന്നെ ഒത്തിരി ഒരു ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. ആ കുട്ടികളുടെയൊക്കെ രക്ഷാകർത്താക്കൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ തങ്ങളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു രക്ഷാകർത്ത ആശയവിനിമയങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി കുടുംബ ചർച്ച, കുട്ടിയുടെ പ്രത്യേകതകളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പരസ്പരം ചർച്ച ചെയ്യുന്നതിന് തുറന്ന സദസ്സുകൾ സംഘടിപ്പിക്കാം. ഇത്തരം യോഗങ്ങൾ ഓരോ ഗ്രൂപ്പ് രക്ഷിതാക്കളും അധ്യാപകർക്കും ഒന്നിച്ചിരുന്ന് പുരോഗതി അവലോകനം ചെയ്തുകൊണ്ട് ഓരോ സ്കൂളിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ ഓരോ കുട്ടിയുടെ അവലോകനങ്ങളായാലും ഒക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് രൂപപ്പെടുത്താം. അപ്പോൾ കുട്ടികൾ കുറച്ചുകൂടി ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കാം. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ അവിടെ കൊണ്ടുവരാനും കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ള ഒരു പ്രീ സ്കൂൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇതിലൂടെ സാധിക്കുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് ഈ പങ്കാളിത്തം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ.
ഒന്ന് മദർ PTA, സ്കൂൾ കലാപരിപാടികളും വാർഷിക ആഘോഷങ്ങളും ദേശീയ ദിനാചാരങ്ങളും ആഘോഷ പരിപാടികളും ഉല്ലാസ യാത്രകൾ സംഘടിപ്പിക്കാം, PTA മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാം, ഒരു പോഷക ആരോഗ്യ ക്ലാസുകൾ സംഘടിപ്പിക്കാം, ശിശുക്കളുമായുള്ള ആരോഗ്യ പരിശോധന സംഘടിപ്പിക്കാം, രക്ഷാകർത്ത കൗൺസിലിംഗ്, പിന്നെ എന്ത് ചെയ്യും, വളർച്ച നിരീക്ഷണവും പഠന പുരോഗതിയും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ, ഭവന സന്ദർശനം, ഇതൊക്കെ എന്ത് ചെയ്യാം, ഈ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കുട്ടികളും അധ്യാപകരും ഈ രക്ഷിതാക്കളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ മുഴുവൻ ഒരു ഫാമിലി പോലെ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കുന്നു നടക്കും. അപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നു, രക്ഷാകർത്താക്കൾ പ്രത്യേക കൗൺസിലിംഗ് നൽകുന്നു, പോഷകാരോഗ്യ ക്ലാസുകൾ നൽകുന്നു, PTA മീറ്റിംഗുകൾ നൽകുന്നു, ഉല്ലാസയാത്രകൾ, ദേശീയ ദിനാചാരങ്ങൾ, ആഘോഷ പരിപാടികൾ, അതുപോലെ തന്നെ വാർഷിക ആഘോഷങ്ങൾ, കലാകായിക പരിപാടികളൊക്കെ നടത്തുന്ന വഴി എന്ത് ചെയ്യും, നല്ല രീതിയിലുള്ളൊരു പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി രക്ഷാകർത്ത ബോധനം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ രക്ഷാകർത്താക്കൾക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഒരു എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നൽകുന്നത്? പോഷണം, ആരോഗ്യ സംരക്ഷണം, സുരക്ഷിതത്വം, ലാളനം, ശുചിത്വം, ദിനാചര്യങ്ങൾ, പെരുമാറ്റം, മൂല്യബോധം, വികസന പ്രചോദനങ്ങൾ, ഇവയൊക്കെ കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ ഘടകങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് ഈ രക്ഷിതാക്കൾക്കൊരു അവബോധം നൽകാനായിട്ട് പറ്റുന്നതാണ്. എന്തിനു വേണ്ടി അവബോധം നൽകുന്നത്? കുട്ടികളുടെ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും കുട്ടിയുടെ വികാസങ്ങൾ നല്ല രീതി വരുന്നതിനും ഒക്കെ എന്താണ് രക്ഷിതാക്കളുടെ ഒരു അവബോധം എടുക്കാനായിട്ട് സാധിക്കും. അത് ഇന്ന പോഷകാഹാരങ്ങൾ കൊടുക്കുന്നത് കുട്ടിയുടെ വളർച്ചയ്ക്ക് ഇന്ന ഘട്ടങ്ങളിൽ ഇന്ന അച്ചീവ്മെൻറ്റ്സ് നടത്താനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ വീട്ടിൽ ചെയ്യിപ്പിക്കണം, ഇന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ വീട്ടിൽ ചെയ്യിപ്പിക്കും, കുട്ടിയുടെ ബുദ്ധിയുടെ വികസന ഫലം കൂടുന്നതായിരിക്കും, അല്ലെങ്കിൽ ശാരീരിക ക്ഷമത കൂടുന്നതായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഒരു അവബോധം ഈ ഒരു രക്ഷിതാക്കൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ രക്ഷിതാക്കൾ വീട്ടിൽ വന്ന് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന വഴി അവർക്ക് നല്ലൊരു ഡെവലപ്മെൻറ്റ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടികളുടെ ശാരീരിക ബുദ്ധിപരമായിട്ടുള്ള ആരോഗ്യത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുകൂടി ഉണ്ട് ഇത് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കുട്ടികളിൽ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെ മാതാപിതാക്കൾ തമ്മിലുണ്ടാകുന്ന വഴക്കുകളെയൊക്കെ കുട്ടികളിൽ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു രക്ഷിതാക്കൾക്ക് ക്ലാസ്സുകളൊക്കെ ആയിട്ട് എടുത്തു കൊടുക്കുമ്പോൾ അതിൻ്റെ അവബോധം അവർക്കുണ്ടാവുകയും അതിന് പരമാവധി ഒഴിവാക്കി നിർത്തിക്കൊണ്ട് കുട്ടിയുടെ മാനസിക സന്തോഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളുടെ വാത്സല്യം, അവരുടെ അംഗീകാരം, അവർ കുഞ്ഞു കുട്ടികളെ നമ്മൾ എന്തെങ്കിലും അവർ പറയുമ്പോൾ പറയും, ചെറിയ വായിൽ വലിയ വർത്താനം പറയാൻ വരണം, മിണ്ടാണ്ട് പോകുന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് അവരും ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് പോയിൻ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത് അല്ലേ, പക്ഷെ നമ്മളത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. പക്ഷേ അതൊക്കെ അംഗീകരിക്കാതെ നെഗറ്റീവായിട്ട് നമ്മൾ പറയുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ നല്ലൊരു കാര്യം പറഞ്ഞിട്ട് അംഗീകരിക്കപ്പെടുന്നില്ല, താൻ തഴയപ്പെടുന്നു എന്നൊരു ബോധമൊക്കെ അവനുണ്ടാകും. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കുട്ടിയെ എങ്ങനെ നല്ല രീതിയിൽ മാനസിക ആരോഗ്യപരമായിട്ട് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നതിലുള്ള അവബോധം സൃഷ്ടിക്കാനായിട്ട് രക്ഷാകർത്ത് കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി രക്ഷാകർത്ത പരിശീലനത്തിൻ്റെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു രക്ഷാകർത്താവിന് പരിശീലനം നൽകണം നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിശീലനങ്ങൾ നമ്മൾ അവർക്ക് നൽകേണ്ടത്? ഒന്ന്, കുട്ടിയുടെ വികാസ ആവശ്യങ്ങൾ തിരിച്ചറിയണം. ഒരു കുട്ടിയുടെ വികാസ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ കുട്ടിയുടെ റോൾ മോഡലായി രക്ഷിതാവ് മാറേണ്ട ആവശ്യകത. ഒരു കുട്ടിയുടെ റോൾ മോഡൽ ആരാന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയണം? രക്ഷിതാവാണെങ്കിൽ എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണെന്ന് പറയണം അല്ലേ. അങ്ങനെ എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണെന്ന് പറയണമെങ്കിൽ ആ രീതിയിലുള്ള പെരുമാറ്റവും ആ രീതിയിലുള്ള അംഗീകാരവും കുട്ടിക്ക് ലഭിച്ചെങ്കിലേ കുട്ടി അത് പറയുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്താണ്? അപ്പോൾ അതുപോലെ തന്നെ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പരിഗണന സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവണം. ബാല അവകാശങ്ങളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടിയെ പിന്തുണയ്ക്കേണ്ട ആവശ്യകത, അവൻ്റെ ആരോഗ്യം, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങളിലെ ശ്രദ്ധ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് രക്ഷാകർത്താക്കളുടെ പരിശീലനം ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ രക്ഷാകർത്താക്കൾക്ക് അറിയാനായിട്ട് പാടുള്ളൂ. ഇനി രക്ഷാകർത്താക്കളുടെ കുട്ടികളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം? കുട്ടിയുടെ ആത്മവിശ്വാസം വളർത്തുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ നീ എന്തായി ചെയ്യുന്നത്, നീ ഒന്നും മിണ്ടാതിരിക്കാം, അങ്ങനെ അവൻ പറയുന്ന കാര്യങ്ങളിൽ അവൻ നിരാശപ്പെടുത്താണ്ട് അവനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണം. കുട്ടിയുടെ ഉചിതമായിട്ടുള്ള ആവശ്യങ്ങൾ സാധ്യമാക്കണം. എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാതെ അവൻ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എങ്കിൽ അത് കൃത്യമായിട്ട് സാധിച്ചു കൊടുക്കണം. അല്ലാതെ ഒരുപാട് വാശി പിടിച്ച് ഒരു ആവശ്യമില്ലാതെ കരയുന്ന കാര്യങ്ങൾക്കെല്ലാം അത് അപ്പോൾ തന്നെ സാധിച്ചു കൊടുക്കണമെന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. കുട്ടികളുടെ ഉചിതമായ ആവശ്യങ്ങൾ സാധ്യമാക്കണം. കുട്ടികൾക്കൊപ്പം പ്രശ്നങ്ങൾ നേരിടാൻ
നിലയുറപ്പിക്കുക. അപ്പോൾ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാകണം, അവന് ഉണ്ടാകും എന്നൊരു ബോധ്യം അവന് കുഞ്ഞിലെ മുതൽ വളർത്തിയെടുക്കണം അല്ലേ. അല്ലെങ്കിൽ അവനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൻ ആദ്യം ഓർക്കേണ്ടത് അച്ഛനും അമ്മയുടെ മുഖമായിരിക്കണം. എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, അവരെനിക്ക് ആ പ്രശ്നം പരിഹരിച്ച് തരും. അങ്ങനെ അവനൊരു പ്രശ്നം പറ്റുമ്പോൾ അവൻ ആദ്യം ഓർക്കേണ്ടത് രക്ഷിതാക്കളുടെ മുഖമായിരിക്കണം. അപ്പോൾ അങ്ങനെ അവരെ വളർത്തിയെടുക്കണമെങ്കിൽ വളരെയധികം പങ്ക് ആർക്കുണ്ട്? രക്ഷിതാക്കൾക്കുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞിലെ മുതൽ അവൻ നിരാശപ്പെടുത്തുന്ന, എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കാതെ എപ്പോഴും വഴക്കും വക്കാണോ നടക്കുന്ന, എല്ലാത്തിനും പേടിപ്പിക്കും ദേഷ്യപ്പെടുന്ന ഒരു അച്ഛനും അമ്മയാണെങ്കിൽ അവൻ ഒരിക്കലും അവൻ്റെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവളുടെ ഒരു പ്രശ്നങ്ങളോ വരുമ്പോൾ അവർ നമ്മോട് സംസാരിക്കോ ഇല്ല. അപ്പം നമ്മളെപ്പോഴും മാതൃകയായിരിക്കണം, നമ്മളെപ്പോഴും റോൾ മോഡലായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? കുട്ടികൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം ഓർക്കേണ്ടത് നമ്മുടെ മുഖം ആവുകയുള്ളൂ. ഇനി മക്കൾ എന്ത് ചെയ്യുക? മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഇന്നാക്കടെ മോൾ ഇന്ന മാർക്ക് മേടിച്ചു, നീ എന്തിനാ ഉള്ള, നീ ഡാൻസ് കളിക്കോ, നീ പാട്ട് പാടോ, അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ മേടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരിക്കലും ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുമായിട്ട് എന്ത് ചെയ്യരുത്? താരതമ്യം ചെയ്യരുത്. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള അപകർഷതാബോധം വളരെ വലുതായിട്ട് വളരുകയും അത് വളരെ മാനസിക പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുകയും കുട്ടി ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? കുട്ടികളെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അമിതമായിട്ട് അവരെ എന്ത് ചെയ്യുക? കുറ്റപ്പെടുത്തുകയോ വിമർശിച്ചുകൊണ്ട് സംസാരിക്കാതെ ഇരിക്കുക. പിന്നെ ആരോഗ്യ വളർച്ചയ്ക്ക് യോജിച്ച ചുറ്റുപാടുകൾ ലഭ്യമാക്കി കൊടുക്കുക. ഉചിതമായിട്ടുള്ള രീതിയിൽ വാത്സല്യവും സ്നേഹവും ഒക്കെ നൽകുക. അവൻ്റെ വാശികളിൽ അമിതമായി തെറ്റായ കാര്യങ്ങളിൽ വാശി പിടിക്കുമ്പോൾ അത് സാധിച്ചു കൊടുക്കുക എന്നതല്ല, ഉചിതമായിട്ടുള്ള കാര്യങ്ങളിലാണ് അവൻ്റെ ചെറിയ ചെറിയ വാശികളൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, രക്ഷിതാക്കളോട് കുട്ടികളോട് പെരുമാറ്റത്തിൽ താഴെ പറയുന്നവർ പെടുന്നത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്? ഏതൊക്കെയാണ് പെടുന്നത്, ഏതൊക്കെയാണ് പെടാത്തതെന്ന് അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് നമ്മൾ എന്താണ് അവർ ഉൾപ്പെടുന്നതെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ കുട്ടിയുടെ ആത്മവിശ്വാസം വളർത്തുക, കുട്ടികളുടെ ഉചിതമായ ആവശ്യങ്ങൾ സാധ്യമാക്കുക, കുട്ടിക്കൊപ്പം പ്രശ്നങ്ങളെ നേരിടാൻ നിലയുറയ്ക്കുക. അതുപോലെ കുട്ടിയുടെ മുന്നിൽ മാതാപിതാക്കൾ എന്ത് ചെയ്യരുത്? കലഹിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കൽ പോലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കാൻ പാടില്ല. അതെന്തായാലും അവർ തമ്മിൽ പരസ്പരം പറഞ്ഞു തീർക്കണം. കാരണം കുട്ടികളാണ് ഇതിനകത്ത് ഒരു മെജോറിറ്റിയും ബലിയാടാവുന്നത് അല്ലേ. അവരുടെ മാനസികമായിട്ട് ഒരുപാട് അവർ തകർത്തെറിയപ്പെടുന്നത് ഇങ്ങനെ അച്ഛനും അമ്മയും ഉണ്ടാകുന്ന വഴക്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വഴക്കിടാൻ പാടില്ല. മക്കളെ മറ്റു കുട്ടികളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും മറ്റു കുട്ടികളുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. കുട്ടികളെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക. ആരോഗ്യമായ വളർച്ചയ്ക്ക് യോജിച്ച ചുറ്റുപാടുകൾ ലഭ്യമാക്കുക. ശിശുക്കൾക്ക് ഉചിതമായ രീതിയിൽ വാത്സല്യവും സ്നേഹവും ഒക്കെ നൽകുക. ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. രക്ഷിതാക്കളുടെ കുട്ടികളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്ന കോൺസെപ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ റീനു എന്ന കുട്ടി ഇന്ന കാര്യം ഇന്നതുപോലെ ചെയ്തു. അപ്പോൾ ഒരു മാതാവ് എന്ന രീതിയിൽ എങ്ങനെയായിരിക്കണം പെരുമാറ്റം താഴെ കൊടുത്തിരിക്കുന്നവയിൽ. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ രീതിയിലായിരിക്കും ഈ ചോദ്യങ്ങളൊക്കെ വരിക. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടിക്കൽ രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളൊരു അച്ഛൻ അമ്മ എന്ന നിലയിൽ ചിന്തിക്കണം. നിങ്ങളുടെ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു അച്ഛൻ അമ്മ എന്ന നിലയിൽ ഞങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ ചെയ്യുമോ ചെയ്യാതിരിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ ഉത്തരം എഴുതാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുവാണെങ്കിൽ എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾ എല്ലാവരും അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഉത്തരം എഴുതാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി അപ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളല്ലേ പഠിക്കേണ്ടതെന്ന്. പക്ഷേ ഇങ്ങനെ സിമ്പിളായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും നെഗറ്റീവ് പഠിക്കുന്നത്. നിങ്ങൾക്ക് LP പരീക്ഷ UP പരീക്ഷ എഴുതിയവർക്ക് അറിയായിരിക്കും നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളിലാണ് നെഗറ്റീവ് ഏറ്റവും കൂടുതൽ വരിക കേട്ടോ. കാരണം സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ നെഗറ്റീവ് പഠിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞു ഓർത്ത് പഠിക്കാതെ പോകരുത്. 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ ഈ പറഞ്ഞു തരുന്നത്. ഈ 5 മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് പോർഷൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, പക്ഷേ സിമ്പിളാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി രക്ഷിതാവ് അറിയാൻ എന്തൊക്കെ കാര്യങ്ങളാണ് രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ടത്? കുട്ടികൾക്ക് വ്യക്തമായ വികസന ഘട്ടങ്ങളും അതിനോടനുബന്ധിച്ച സവിശേഷതകളും ഉണ്ട്. സമഗ്ര വികസനം സാധ്യമാക്കണമെങ്കിൽ വ്യത്യസ്തമായ വികസന മേഖലകൾ ഏതൊക്കെയാണെന്ന് രക്ഷിതാവ് തിരിച്ചറിയണം. പ്രശ്ന സ്വഭാവമുള്ള കുട്ടികൾക്ക് ശാസ്ത്രീയമായ വ്യവഹാര വ്യതിയാന പ്രവർത്തനങ്ങൾ വഴി ഗുണകരമായ മാറ്റങ്ങൾ വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ളൊരു അടിത്തറ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. കാര്യം ഓരോ കുട്ടികളിലെയും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവനെ മനസ്സിലാക്കുന്നതിനും അവനെ നേർവഴിക്ക് നയിക്കുന്നതിനും കുറച്ചെങ്കിലും കുട്ടിയുടെ ആക്ടിവിറ്റീസ് തിരിച്ചറിഞ്ഞ് അവനെ ഓരോ കുട്ടിയും ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വ്യക്തമായിട്ടൊരു അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ അവനെ നേർവഴിക്ക് നയിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം കൃത്യമായ ഒരു ഒബ്സർവേഷൻ നമ്മുടെ കുട്ടികളിൽ നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി രക്ഷിതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ പ്രീ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഒന്ന് രക്ഷകർത്താവ് കൗൺസിലിംഗ് നടത്തണം. പോഷക ആരോഗ്യ ക്ലാസുകൾ ഉപയോഗിക്കണം. അതുപോലെ ശിശുക്കളുടെ ആരോഗ്യ പരിശോധന നടത്തണം. ഉല്ലാസയാത്രകൾ
പ്രകൃതി പഠന യാത്രകൾ, ദേശീയ ദിനാചരണ ആഘോഷ പരിപാടികൾ, സ്കൂൾ കലാപരിപാടികൾ, വാർഷിക ആഘോഷങ്ങളൊക്കെ നടത്തണം. അതുപോലെ PTA യോഗങ്ങളൊക്കെ എന്ത് ചെയ്യാം, നടത്തുന്ന വഴി രക്ഷിതാക്കളുടെ പിന്തുണ ഉറപ്പാക്കുന്ന പ്രീ സ്കൂൾ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ രക്ഷിതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് വേണം ഒരു പ്രീ സ്കൂൾ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? പോഷകാരോഗ്യ ക്ലാസ്സുകൾ രക്ഷിതാക്കൾക്ക് എടുത്തു കൊടുക്കാം, രക്ഷാകർത്ത കൗൺസിലിംഗ് എടുത്തു കൊടുക്കാം, അതുപോലെ ശിശുക്കളുമായുള്ള ആരോഗ്യ പരിശോധന നടത്താം, ഉല്ലാസ യാത്രകൾ, പ്രകൃതി പഠന യാത്രകൾ, ദേശീയ ദിനാചരണ ആഘോഷ പരിപാടികൾ, സ്കൂൾ കലാപരിപാടികൾ, വാർഷിക ആഘോഷങ്ങൾ എന്നിവയൊക്കെ നടത്താം. ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്, രക്ഷിതാക്കളുടെ പിന്തുണ ഉറപ്പ്. നിങ്ങളൊരു പ്രീ സ്കൂൾ ടീച്ചർ ആണെങ്കിൽ രക്ഷിതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഓപ്ഷൻസിൽ നിന്ന് ആൻസർ പിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്താണ്? സ്കൂൾ കലാപരിപാടികൾക്ക് വാർഷിക ആഘോഷങ്ങളും ദേശീയ ദിനാചരണങ്ങളും അവരെയൊക്കെ പങ്കെടുപ്പിക്കൽ, ഉല്ലാസ യാത്രകൾ നടത്തൽ, ശിശുക്കളുടെ ആരോഗ്യ പരിശോധന, രക്ഷാകർത്ത കൗൺസിലിംഗ്, പോഷക ആരോഗ്യ ക്ലാസ്സുകളൊക്കെ നൽകുന്ന വഴി എന്ത് ചെയ്യാൻ സാധിക്കും? രക്ഷിതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കിപ്പോയത്. മാക്സിമം സിലബസ് കവർ ചെയ്യാൻ അതിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയപ്പെട്ട കമൻറ്റുകളാണ് വീണ്ടും ക്ലാസ്സുകൾ എടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.